السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള ബൃഹത്തായ ഗ്രന്ഥമായ അൽ അർബഊന നവവിയ്യ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസു ഗ്രന്ഥമാണ് നാം വായിച്ചു വരുന്നത്. അതിലെ 18ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വായിക്കേണ്ടത്. عن أبي ذر جندب بن جنادة وأبي عبد الرحمن معاذ بن جبل رضي الله عنهما عن رسول الله صلى الله عليه وسلم قال: اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. رواه الترمذي وقال حديث حسن وفي بعض النسخ حسن صحيح. നമുക്കറിയാം, ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഓരോ ഹദീസുകളും വളരെ മഹത്തരമായ ദീനുൽ ഇസ്ലാമിലെ അടിസ്ഥാന പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഹദീസുകളാണ്. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹദീസ് തന്നെയാണ് ഈ ഹദീസ്. ഈ ഹദീസ് സഹോദരങ്ങൾ ഇമാം തിർമിദിയും അതുപോലെയുള്ള ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹം കൊണ്ടുവന്ന റിവായത്തിൽ ചില വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുള്ള അബൂദർ അൽ ഗിഫാരിയിൽ നിന്നും അതുപോലെ തന്നെ അബൂ അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന തുടക്കത്തിൽ യാ റസൂൽ അല്ലാഹ് ഔസിനി, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ എനിക്ക് ഉപദേശം നൽകണം എന്നാണ് പറയുന്നത്. സമാനമായി മുആദ് റളിയല്ലാഹു അൻഹുവും യാ റസൂൽ അല്ലാഹ് ഔസിനി, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഉപദേശം നൽകണം, വസിയത്ത് നൽകണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് വളരെ മഹത്തരമായ ഈ വസിയത്ത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വസിയത്തുകൾ, 3 വസിയത്തുകൾ ഈ ഹദീസിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ തന്നെ അവന് വലിയ പ്രിയപ്പെട്ട കാര്യമാണ്. കാരണം അതിൽ അവന് സ്വർഗത്തിലേക്ക് എത്തിക്കാവുന്ന വാക്കുകളല്ലാതെ, അതിനുള്ള നിർദ്ദേശങ്ങളല്ലാതെ മറ്റൊന്നും അതിലില്ല. അതുപോലെ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള രക്ഷാമാർഗങ്ങളല്ലാതെ മറ്റൊരു കാര്യം അതിലില്ല. എന്നാൽ ആ വാക്കുകളിൽ തന്നെ വസിയത്തുകളാകുമ്പോൾ, വസിയത്ത് എന്ന് പറഞ്ഞാൽ അത് ബലവത്തായ ഉപദേശങ്ങൾ എന്നാണ് നമുക്കതിന് പറയാൻ സാധിക്കുക. വസിയത്തുകളാകുമ്പോൾ അതിന് പ്രാധാന്യം കൂടും. കാരണം നമ്മളിത് മനസ്സിലാക്കിയാൽ നമ്മൾ കൂടുതൽ നന്മയിലേക്ക് എത്തിക്കുന്ന, തിന്മയിൽ നിന്നും നമ്മളെ ബഹുദൂരം പിന്നിലേക്ക് നയിക്കുന്ന കാര്യമായിരിക്കും വസിയത്തുകൾ ഉണ്ടാവുക. വസിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഉപകാരങ്ങൾ നിറഞ്ഞ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഹദീസായി തീരേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണിത്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസ് വളരെയധികം പ്രാധാന്യം അർഹിക്കാനുള്ള കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അതുപോലെ തന്നെ ഈ ദീനിലെ ഏറ്റവും മഹാന്മാരായ 2 പണ്ഡിതന്മാരായ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നസീഹത്താണ്. ഇതിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം: യാ മുആദ് ഇന്നി ഉഹിബ്ബുക്, മുആദ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സഹാബിയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് കൊടുക്കുന്ന ഒരു സഹാബി. അതുപോലെ മുആദിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: യുഹ്ശറു അമാമൽ ഉലമാഇ ബിറത്വ, നാളെ പണ്ഡിതന്മാരുടെ നേതാവായിട്ട് ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പം അങ്ങനെയുള്ളൊരു സഹാബിക്ക് പറഞ്ഞ നസീഹത്താണ്. അദ്ദേഹത്തെക്കുറിച്ച് മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്: ഇന്ന മുആദൻ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, തീർച്ചയായും മുആദ് അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ആ സ്ഥാനം, ആ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മത്തുൻ ഖാനിതൻ, അല്ലാഹുവിനെ സദാ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹമാണ് മുആദ് റളിയല്ലാഹു അൻഹു എന്ന് വരെ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സഹാബിയാണ്. അദ്ദേഹം ദീനുൽ ഇസ്ലാമിൽ 4ാമത് അല്ലെങ്കിൽ 5ാമത് കടന്നു വന്ന വ്യക്തിയാണ്. ദീനുൽ ഇസ്ലാമിൽ 4ാമത് അല്ലെങ്കിൽ 5ാമത് കടന്നു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വന്ന അസ്സാബിഖൂൻ അൽ അവ്വലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
പറഞ്ഞ ആദ്യം ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അള്ളാഹുവിൻ്റെ തൃപ്തി ഏറ്റവും കൂടുതലുള്ള സ്വഹാബികളിൽപ്പെട്ട ഒരാളാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇവർ രണ്ടുപേർക്കും കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു വസിയത്താകുമ്പോൾ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വസിയത്ത് തന്നെയായിരിക്കും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്തായി കൊടുത്ത ഒന്നാമത്തെ കാര്യം? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്. ഇത്തഖില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. ഹൈസുമാ കുന്ത്, നീ എവിടെയായിരുന്നാലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തഖില്ലാഹ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ അത് വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇജ്അൽ ബൈനക വബൈന ഗളബില്ലാഹ്, ഇജ്അൽ ബൈനക വബൈന അദാബില്ലാഹ് വിഖായ തഖീക മിൻ ഗളബില്ലാഹ് തഖീക മിൻ അദാബില്ലാഹ് സുബ്ഹാനഹു വ തആല. നീ നിന്റെയും അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെയും ഇടയിൽ ഒരു മറ സ്വീകരിക്കലാണ്. നീ നിന്റെയും അള്ളാഹുവിൻ്റെ ശിക്ഷയുടെയും ഇടയിൽ ഒരു മറ സ്വീകരിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൽ നിന്നും അവൻ്റെ ശിക്ഷയിൽ നിന്നും നീ രക്ഷാമാർഗം സ്വീകരിക്കുന്നതിനാണ് നമ്മൾ തഖ്വ പാലിക്കുക എന്ന് പറയുന്നത്. അത് അള്ളാഹു തആലക്ക് കോപമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു നരകമുണ്ട് എന്ന് അറിയിച്ച ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക, അതാണ് തഖ്വ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ചുരുങ്ങിയ വിവരണം. മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാൻ സാധിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ ഹിയ അൻ തഅമല ബിത്വാഅത്തില്ലാഹ്, അത് നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹു തആലയെ അനുസരിച്ച് നീ ജീവിക്കലാണ്. അല നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹു തആല ഇറക്കിയ പ്രകാശം അനുസരിച്ചിട്ട്. അള്ളാഹുവിനെ അനുസരിക്കേണ്ടത് എങ്ങനെയെങ്കിലുമല്ല, അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം, അവൻ്റെ ഇൽമ് അനുസരിച്ച് നീ അവനെ അനുസരിക്കണം. തർജു സവാബ് അല്ലാഹ്, അതിന് നീ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കണം. അതുപോലെ വ അൻ തത്റുക മഅസിയത്തല്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നിന്നും നീ വിട്ടു നിൽക്കണം. അലാ നൂരിൻ മിൻ അല്ലാഹ്, അതും അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് തന്നെയാണ് ഹറാമുകൾ നീ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? തഖാഫ അദാബ് അല്ലാഹ് ഔ ഇഖാബ് അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അത് നീ ഭയപ്പെട്ടുകൊണ്ടാണ് അത് ഉപേക്ഷിക്കുന്നത് എന്നാണ്. അപ്പം നന്മ നമ്മൾ പ്രവർത്തിക്കുക, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക, ഇതാണ് തഖ്വ എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ ധാരാളക്കണക്കിന് ഈ തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യം സഹോദരങ്ങളെ അത് മുൻഗാമികൾ പറഞ്ഞത് കാണാം. ചില കവിമാർ പാടിയത് കാണാം. ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ഫഹുവ തുഖ, നീ തിന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഉപേക്ഷിക്കുക. ഫഹുവ തുഖ, അതാണ് തഖ്വ എന്ന് പറയുന്നത്. കുൻ ഫൗക മാഷിൻ ഫൗക അർദി ശൗകി യഹ്ദറു മാ യറ ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ. എങ്ങനെയാണ് തഖ്വക്ക് അവരൊരു ഉദാഹരണം പറഞ്ഞത്? മുള്ളുകൾ നിറഞ്ഞ ഒരു ഭൂമിയുടെ മുകളിൽ നീ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നീ സൂക്ഷിക്കുക? ആ മുള്ള് നിന്റെ കാലിൽ പതിച്ച് രക്തം വാർന്നൊലിക്കാതിരിക്കാൻ വളരെയധികം സൂക്ഷിച്ചിട്ടായിരിക്കും മുള്ളുണ്ടാകുമ്പോൾ നീ നടക്കുക. എല്ലാവരും നടക്കുന്ന ആളുകളാണ്. മുള്ളോ കല്ലോ പൊട്ടിച്ചിതറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചിട്ടായിരിക്കും കാലുകൾ വെക്കുക. അതുപോലെയാണ് തഖ്വ. ജീവിക്കുന്ന ഓരോ മേഖലയിൽ നമ്മൾ പേടിക്കണം. ഈ മുള്ളുകൾക്ക് പകരമുള്ളത് തിന്മകളാണ്. അത് തന്നെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ മുറിവ് എന്നെ ഏൽപ്പിക്കുന്നതിനേക്കാളും ഗൗരവമുള്ള അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിന് ഏൽക്കുന്നതായിരിക്കും, എൻ്റെ അമലുകൾക്ക് ബാധിക്കുന്നതായിരിക്കും എന്ന പേടിയോടുകൂടി നടക്കണം. ലാ തഹ്ഖിറന്ന സഗീറതൻ, ചെറിയ തിന്മ എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ നീ നിസ്സാരമാക്കി കളയണ്ട. ഇന്നൽ ജിബാല മിനൽ ഹസ, നീ കാണുന്ന വലിയ കൊടുമുടികൾ, പർവ്വതങ്ങൾ, അത് ചെറിയ ചെറിയ കല്ലുകളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അല്ലെ, പർവ്വതം എന്ന് പറയുന്നത് നിസ്സാരമായ കല്ലുകൾക്കെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളതാണ് എന്ന് മുൻഗാമികൾ അതുമായി ബന്ധപ്പെട്ട് ചില കവിതകളൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തഖ്വ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഇത്തഖില്ലാഹ് എന്ന് പറഞ്ഞത്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. ഇനി തഖ്വ പാലിക്കുന്ന ആളുകളെല്ലാം ഒരേ പദവിയിലല്ല, അതിൽ ഏറ്റവും മുന്തിയ പദവിയിൽ തന്നെ നമ്മൾ എത്താൻ ശ്രമിക്കേണ്ടത്. മുത്തഖീങ്ങൾ എന്ന് പറയുന്ന വ്യത്യസ്ത പദവിയിൽപ്പെട്ട ആളുകളുണ്ട്. അതിലേറ്റവും ഉയർന്ന പദവിയുള്ള ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ച് അതുപോലെ തന്നെ അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നന്മകളിൽ മത്സരിക്കുന്നവരാണ്. ഈ പറയുന്ന എല്ലാ കാര്യവും ഉണ്ടായാൽ മുത്തഖീങ്ങളിൽ ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ നമുക്ക് എത്താൻ പറ്റും. മുവഹിദായിരിക്കണം, തൗഹീദ് ഉണ്ടായിരിക്കണം. ഷിർക്കിൻ്റെ വലുതോ ചെറുതോ ആയ ഒരു ഷിർക്കും അവനിലില്ല. അതുപോലെ വാജിബായ അള്ളാഹു നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും ചെയ്യും. അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. അതോടൊപ്പം സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ച് അവൻ എന്ത് ചെയ്യും? അതിൽ നല്ലൊരു ഓഹരി നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
ഇവരെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സാബിഖൂന ഫിൽ ഖൈറാത്ത്, ഖൈറുകളിൽ മത്സരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ മുത്തഖീങ്ങളിൽ പെടുന്നവർ തന്നെയാണ്. അവർ തൗഹീദുള്ളവരാണ്, ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഹറാമുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ നന്മകൾ വാരിക്കൂട്ടുന്നതിന് വേണ്ടത്ര ഉത്സാഹമില്ല. അങ്ങനെ ഒരു ലെവലിൽ പോവുകയാണ്. ഹറാമിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നുണ്ട്, വാജിബായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, തൗഹീദും ഉണ്ട്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, സുന്നത്തിന് പുറമെ സുന്നത്തുകൾ, രാത്രി നിസ്കാരങ്ങൾ, സ്വതക്കകൾ, അങ്ങനെ നന്മകൾ വാരിക്കൂട്ടുന്ന സ്വഭാവം അവർക്കില്ല. അവരെ കുറിച്ചിട്ട് അൽ മുഖ്തസിദൂൻ എന്നാണ് പറയുന്നത്, മിതത്വമുള്ളവർ എന്നാണ് പറയുന്നത്. മിതത്വം എന്ന് പറയുന്നത് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട നിലയിലല്ല, അതിനേക്കാളും മുകളിലുള്ള നിലയുണ്ട്. അഥവാ ആ നിലയിലേക്ക് സാബിഖൂനുകളിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. മത്സരബുദ്ധി അവർക്കില്ല. സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുന്നതിന് മത്സരബുദ്ധി ഇല്ലാത്ത ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം. പക്ഷെ മുത്തഖീങ്ങളാണ്. മൂന്നാമത്തെ വിഭാഗം സഹോദരങ്ങളെ, അവർ മുത്തഖീങ്ങളിൽ പെടുന്നവരാണ്, പക്ഷെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ദർജയിലുള്ളവരാണ്. അവരും അടിസ്ഥാനപരമായി തൗഹീദുള്ള മുവഹിദീങ്ങളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ചില വാജിബുകളിൽ അവർക്ക് ചിലപ്പോൾ കുറവുകൾ അവർ വരുത്തും. വാജിബായ കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലുമൊക്കെ കുറവുകൾ വരുത്തും, ചിലപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് ഹറാമുകൾ സംഭവിക്കും. അവന് മുത്തഖി എന്ന് തന്നെയാണ് പറയുക, പക്ഷെ അവൻ്റെ തഖ്വ വളരെ കുറഞ്ഞ ആളുകളാണ്. വളരെ കുറഞ്ഞ ആളുകളാണ്, ഏറ്റവും താഴെ നിലയിലുള്ള പദവിയിലുള്ള ആളുകളാണ്. ഈ പറയുന്ന വിഭാഗത്തിൽ എല്ലാവർക്കും വല്ല തിന്മകളും സംഭവിച്ചു പോയാൽ അവരെത്രയും പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങുന്നവരുമായിരിക്കും. ഇങ്ങനെയുള്ളവരാണ് സഹോദരങ്ങളെ മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന 3 പദവിയിൽ ഏറ്റവും ഉന്നത പദവി എത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖില്ലാ ഹൈസുമാ കുന്ത്. ഇനി രണ്ടാമത്തെ വാക്ക് ഹൈസുമാ കുന്ത്, എവിടെയായാലും നിനക്ക് ഒരുപോലെ ആയിരിക്കണം. അഥവാ നീ ഒറ്റപ്പെട്ടൊരു നാട്ടിലാണെങ്കിലും ശരി, നീ ആളുകൾക്കിടയിൽ നിന്നെ തിരിച്ചറിയുന്ന നാട്ടിലാണെങ്കിലും ശരി, നീ യാത്രയിലാണെങ്കിലും ശരി, നീ വീട്ടിലാണെങ്കിലും ശരി, എല്ലാ നേരത്തും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. കാരണം എവിടെയും റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ രഹസ്യമായി ഇരിക്കുന്ന സമയത്തും റബ്ബ് കാണുന്നുണ്ട്. അതേ റബ്ബിന്റെ കാഴ്ച അത് നീ പരസ്യമായി ഇരിക്കുന്ന സമയത്ത് റബ്ബ് നിന്നെ കാണുന്നുണ്ട്. അതേ റബ്ബിന്റെ കാഴ്ച നിന്റെ ഇരുട്ടുമുറിയിലുമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നിന്റെ ഒരു കാര്യവും ഗോപ്യമാകുന്നില്ല. ആളുകൾ ഒരുപാടുണ്ടാകുമ്പോൾ നീ സൂക്ഷ്മത കാണിക്കുന്നു. പക്ഷേ നീ ഒറ്റപ്പെട്ട് ആരും തിരിച്ചറിയാത്ത നാടുകളിൽ നീ എത്തിയാൽ അള്ളാഹുവിന് മറന്ന് ജീവിക്കുന്നു. അത് തഖ്വയിൽപ്പെട്ടതല്ല. മറിച്ച് ഇത്തഖില്ലാ ഹൈസുമാ കുന്ത് എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നാലും നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു കൊണ്ടേയിരിക്കുക എന്ന കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ എല്ലാ സമുദായത്തിനും അള്ളാഹു നൽകിയിട്ടുള്ള വസിയത്താണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നബിയെ താങ്കൾക്ക് മുമ്പ് കിതാബ് നൽകിയ യഹൂദ നസ്രാനികൾ, അവരോടെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സൂക്ഷ്മത അവരോടെല്ലാം അള്ളാഹു തആല വസിയത്ത് ചെയ്തിട്ടുണ്ട്. വഇയ്യാക്കും, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വസിയത്ത്? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ്. അള്ളാഹു തആല ജനങ്ങളോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും, ജനങ്ങളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കേണ്ടതുണ്ട്, തഖ്വ കാണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വ പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ്, അള്ളാഹുവിന്റെ നബിയെ താങ്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രമാത്രം പ്രാധാന്യം തഖ്വക്കുണ്ട് എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത്. അള്ളാഹു എല്ലാ ഉമ്മത്തിനോടും പറഞ്ഞു, ഈ ഉമ്മത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശ്വാസികളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു. വിശ്വാസികളുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് നൽകുന്നത്. ഇത്തഖില്ലാ ഹൈസുമാ കുന്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കുക എന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഅത്ബിഇസ് സയ്യിഅത അൽ ഹസനത തംഹുഹ, വഅത്ബി, നീ തുടർത്തണം, അസ്സയ്യിഅത, ഒരു തിന്മയെ, അൽ ഹസനത, നന്മ കൊണ്ട്, തംഹുഹ, ആ നന്മ തിന്മയെ മായ്ച്ചു കളയുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ തുടക്കത്തിൽ നമ്മളോട് തഖ്വ കൊണ്ട് ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നന്നായി പരിശ്രമിക്കാൻ പറഞ്ഞു. എന്നാലും ഈ പരിശ്രമങ്ങൾക്കിടയിൽ
പാളിച്ചകൾ വീഴുന്ന ആളുകൾ ഉണ്ടാകും. അല്ല, മുഴുവൻ മനുഷ്യരും ഇത്തരം പാളിച്ചകളിൽ ഏതെങ്കിലും ഒന്നിൽ സംഭവിക്കുന്നവർ തന്നെയാണ്. കുല്ലു ബനി ആദം ഖത്താ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആദം സന്തതികൾ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, പക്ഷെ അതുകൊണ്ട് എല്ലാവരും ഒരേപോലെയാണ് എന്ന് വിചാരിക്കരുത്. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ഞാനും തെറ്റ് ചെയ്യുന്നുണ്ട്, നീയും തെറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആരും നല്ലവരൊന്നുമില്ല, എല്ലാവരും ഒരേപോലെയാണ്. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റുകൾ സംഭവിച്ചാൽ ഉടനെ തന്നെ ഖേദിച്ചു മടങ്ങുന്നവർ അവരാണ് അക്കൂട്ടത്തിൽ ഖൈറുള്ളവർ, അവരാണ് അക്കൂട്ടത്തിൽ ഖൈറുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നൽകുകയാണ്. അഥവാ ഒന്നാമത് തഖ്വ കൊണ്ട് ജീവിക്കാൻ പറഞ്ഞു, പക്ഷേ അത് ജീവിക്കാതെ ആ രൂപത്തിൽ പാളിച്ചകൾ വരുന്നവരുണ്ട്. അവർക്കുള്ള ഉപദേശമാണ്. അഥവാ ഇത് മുഴുവൻ മനുഷ്യരും ഈ രണ്ട് കാര്യം, ഈ രണ്ട് ഉപദേശം എപ്പോഴും അവരുടെ മുന്നിൽ ഉണ്ടാകണം. തഖ്വ അനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് പരിശ്രമിക്കുന്നത്. എവിടെയെങ്കിലൊക്കെ പാളിപ്പോയാൽ ഈ രണ്ടാമത്തെ ഉപദേശം അവന്റെ മനസ്സിലുണ്ട്. ഹസന, നന്മയെ എന്ത് ചെയ്യണം? തിന്മയെ നന്മ കൊണ്ട് അവൻ തുടർത്തണം. തംഹുഹ, ആ നന്മകൾ കൊണ്ട് തിന്മയെ മായ്ച്ചു കളയാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന വസിയത്ത്, ഈ പറയുന്ന നിർദ്ദേശം പാലിക്കാത്ത രണ്ട് വിഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം, അവർ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ഇല്ല. എന്ത് തിന്മ സംഭവിച്ചാലും അവൻ പിന്നെയും തിന്മ ചെയ്യുകയാണ്. അത് അവനൊരു തിന്മയും ചെയ്തിട്ടില്ലാത്ത പോലെ ആയിരിക്കും ഭാവം. ഏറ്റവും വലിയ തിന്മ ചെയ്താലും, ഏറ്റവും വലിയ അക്രമം ചെയ്താലും ഒരു ഭാവമാറ്റവും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവന്റെ ഹൃദയത്തിൽ ഒരു കുലുക്കവുമില്ല. ഹൃദയം കറുത്തുപോയി. ഇപ്പോൾ കേട്ട ഹദീസിലുള്ളതുപോലെ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ, ഒരു മനുഷ്യൻ അയാൾക്കൊരു തിന്മ സംഭവിച്ചാൽ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. ഫഇൻ നസഅ മിൻഹാ സുഖില മിൻഹാ, അത് അതിൽ നിന്നും മാറിപ്പോയാൽ അത് ശുദ്ധിയാകും. വഇൻ സാദ സാദത് ഹത്താ തറഇൻ അല ഖൽബിഹി, അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവസാനം എന്ത് ചെയ്യും? റാൻ സംഭവിക്കും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അവരുടെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു? അവർ സമ്പാദിച്ച കാര്യങ്ങൾ കൊണ്ട് ഹൃദയത്തിന് കറുപ്പുണ്ടായിരിക്കുന്നു, ഹൃദയത്തിനൊരു മറയുണ്ടായിരിക്കുന്നു, കാഠിന്യം ബാധിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്കൂട്ടരുണ്ട്, തിന്മകൾ സംഭവിക്കും, എന്നാൽ ഒരു കൂസലുമില്ലാതെ തിന്മയും ചെയ്തുകൊണ്ട് ഹൃദയം അങ്ങനെ കല്ലുപോലെ ആയിത്തീരും, പാറക്കല്ലുകൾ പോലെ ആയിത്തീരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് കേൾക്കുന്ന ഉപദേശങ്ങൾക്കൊന്നും അവന് വകവെക്കാൻ ചെവിക്കൊള്ളാനൊന്നും തോന്നുകയില്ല. ആ അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകൾ ഉണ്ടായിത്തീരും. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം, ഇവരും തെറ്റുകാരാണ്. ഇവർക്ക് തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കടുത്ത നിരാശ ബാധിക്കുന്നവരായിരിക്കും. തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ കടുത്ത നിരാശ ബാധിക്കും. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. ഇവൻ ചിലപ്പോൾ ബാഹ്യമായി നല്ല അമലുകളൊക്കെ ചെയ്യുന്ന, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ആരും അറിയാതെ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ സംഭവിച്ചു പോയാൽ പിശാചിനെ വേട്ടയാടും. നീ നന്മകളൊക്കെ ചെയ്യുന്നതിന് എന്ത് കാര്യമുള്ളത്? ഈ മനുഷ്യന്മാരുടെ മുന്നിലൊക്കെ നല്ലത് ചമഞ്ഞ് നടന്നിട്ട് ഇന്ന സ്ഥലത്തൊക്കെ നീ തിന്മ ചെയ്തില്ലേ, ഇനിയൊരു കാര്യമില്ല, ഇങ്ങനെ രണ്ട് മുഖം നിനക്ക് ആവശ്യമില്ല, നീ എല്ലാം വിട്ടുകള. നീ ആളുകളുടെ മുന്നിൽ അങ്ങനെ നന്നായിട്ട് ആളുകളില്ലാത്തപ്പോൾ ഇങ്ങനെ തിന്മകൾ ചെയ്യുന്ന ഒരവസ്ഥ നിനക്ക് വേണ്ടതില്ല, നീ എല്ലാം ഉപേക്ഷിച്ചു കള. ഇനി നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, നീ തോന്നിയതുപോലെ ജീവിച്ചോളൂ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച് മറപ്പിച്ചുകൊണ്ട് നിരാശയുടെ വാക്കുകൾ പിശാച് മന്ത്രിക്കും. അത് ചിലപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള പിശാചുക്കൾ ഉണ്ടാകും, ചിലപ്പോൾ നമുക്ക് ദുർബോധന നൽകുന്ന പിശാചുക്കൾ ഉണ്ടാകും. അതിൽ നമ്മൾ ചെവിക്കൊള്ളാൻ പാടില്ല. അതിൽ നമ്മൾ ചെവിക്കൊണ്ടിട്ട് ആ തിന്മയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ ഈ പറയുന്ന ചില ആളുകൾ അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ വരെ ഇല്ലാതാക്കും. ഞാൻ മസ്ജിദിലൊന്നും പോയിട്ട് കാര്യമില്ല, ഞാൻ ഇതിനെ പഞ്ചാര നിസ്കരിക്കും, ഞാൻ ഇങ്ങനെ തിന്മയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതൊന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യവുമില്ല എന്ന് വിചാരിച്ചിട്ട് നിരാശനായിക്കൊണ്ട് എല്ലാ നന്മകളിൽ നിന്നും വിട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടും. അവസാനം അവൻ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് രണ്ട് വിഭാഗത്തിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. മറിച്ച് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനോട് സ്വന്തം നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ളൊരു മുഅ്മിൻ, അവന് തിന്മകൾ സംഭവിച്ചാൽ ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവൻ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് നിനക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. തിന്മകൾ കൊണ്ട് ഇങ്ങനെ കാരുണ്യം ഒരിക്കലും ഇല്ലാതായി തീരാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല.
ഉയർന്നു വരണം. അള്ളാഹു താലയോട് ഏറ്റു പറഞ്ഞിട്ട് മഗ്ഫിറത്തിന് ചോദിച്ചിട്ട് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രാർത്ഥനകളും മുഴുവൻ തിന്മകളും അള്ളാഹു താല പുറത്തു തരും, പ്രാർത്ഥനകൾ സ്വീകരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങളെ അത് മുന്നോട്ടേക്ക് വരണം. ഇത്തഖില്ലാ ഹൈസുമാ കുന്ത് വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസന തംഹുഹാ. അവൻ തിന്മയെ നന്മ കൊണ്ട് തുടർത്തണം. തംഹുഹ, ആ തിന്മ നന്മ ഇല്ലാതാക്കി കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അഥവാ തിന്മകളെ മായ്ച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്. തിന്മകളെ മായ്ച്ചു കളയുന്ന മുക്കഫിറാത്തു ദുനൂബ് എന്ന് പറയുന്ന ചില കാര്യങ്ങളെ ഉണ്ട്. ആ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് സഹോദരങ്ങളെ അത്തൗബ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഖേദിച്ച് നമ്മൾ മടങ്ങുക എന്ന് പറയുന്നത്. ആ തൗബയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൗബ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നിൽ ചെറുതോ വലുതോ ആയ ഒരു തിന്മയും നിലനിൽക്കില്ല, എല്ലാം പൊളിഞ്ഞു പോകും. എല്ലാ തിന്മയും ഇല്ലാതാക്കി കളയുന്ന, എല്ലാ തിന്മയും നിലംപരിശാക്കി കളയുന്ന കാര്യമാണ്. അത്രയും ശക്തിയുള്ള ഒരു കാര്യമാണ് തൗബ എന്ന് പറയുന്നത്. ഒരു മുഅ്മിന്റെ കൽബിൽ നിന്നും ആത്മാർത്ഥമായി റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങണം, നല്ല ജീവിതം നയിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ഒരു തിന്മയും നിലനിൽക്കുകയില്ല. നീ 100 മനുഷ്യനെ കൊന്നവനാണെങ്കിലും ശരി, നീ 100 സ്ത്രീകളെ വ്യഭിചരിച്ചവനാണെങ്കിലും ശരി, നീ രാവ് മുഴുവനും എല്ലാ രൂപത്തിലും ലഹരികൾ ഉപയോഗിക്കുന്നവനാണെങ്കിലും ശരി, എന്തെല്ലാം തോന്നിവാസങ്ങൾ ദുനിയാവിലുണ്ടോ അതെല്ലാം നീ ഉപയോഗിച്ചവനാണെങ്കിലും ശരി, അതെല്ലാം നീ ആസ്വദിച്ചവനാണെങ്കിലും ശരി, തൗബ കൃത്യമായി വന്നു കഴിഞ്ഞാൽ അതിന് മുന്നിൽ ഇതൊന്നും നിലനിൽക്കുകയില്ല, എല്ലാം പൊളിഞ്ഞു പോകും. എല്ലാം പൊളിഞ്ഞു പോകും. തൗബ നിലനിൽക്കും. എല്ലാ അമലുകളും, ആ പറയുന്ന എല്ലാ തിന്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതാണ് തൗബയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, തൗബയുടെ പ്രത്യേകത അതാണ്. അത്രയും വലിയ ശക്തിയുള്ള ഒരു കാര്യമാണ് തൗബ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു മസലയുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, ശരി. പക്ഷെ ആ തിന്മകളുടെ അടയാളങ്ങൾ അവന്റെ കൽബിൽ ഉണ്ടാകുമോ? ആ തിന്മയുടെ സ്വാധീനങ്ങൾ അവന്റെ കൽബിൽ ഉണ്ടാകുമോ? എന്തായിരിക്കും തിന്മയുടെ സ്വാധീനവും അവന്റെ കൽബുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുക? പണ്ഡിതന്മാർ പറയുന്നത് തൗബയുടെ കൂവത്തനുസരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. തൗബയുടെ കൂവത്തനുസരിച്ചിരിക്കും. അതനുസരിച്ച് വ്യത്യസ്ത വിഭാഗങ്ങളായി തീരും തൗബ ചെയ്തവർ. തൗബ ചെയ്തവരെല്ലാവരും ഒരേ വിഭാഗക്കാരായിരിക്കുകയില്ല എന്നർത്ഥം. ചില ആളുകൾ സഹോദരങ്ങൾ അവരുടെ തൗബ അത്രയും ആത്മാർത്ഥതയുള്ള, ഇഖ്ലാസോടെയുള്ള, സിദ്ഖോടുകൂടിയുള്ള, സത്യസന്ധതയോടുകൂടിയുള്ള, അവന്റെ ഖേദമൊക്കെ അങ്ങേറ്റത്തതായിരിക്കും. എല്ലാവരുടെയും തൗബ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അല്ല, ഒരു ഹറാമ് ചെയ്ത വ്യക്തി ഒരാൾ തൗബ ചെയ്ത് മടങ്ങും, ഇനി ഒരു ഹറാമ് ചെയ്യുകയുണ്ടാവില്ല, അവന്റെ തൗബ ശരിയാണ്. എന്നാൽ വേറൊരു വ്യക്തി മടങ്ങുന്നത് അങ്ങനെയല്ല, അങ്ങേയറ്റം ഖേദത്തോടു കൂടിയാണ്. ഖേദത്തോടു കൂടി മടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റത്തെ അസീമത്ത് ഉണ്ടാവും, ഇനി ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുവനാണെങ്കിൽ സഹോദരങ്ങളെ, അവന് കിട്ടാൻ പോകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ പോലും നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നുള്ളതാണ്. പാപങ്ങളെ പോലും നന്മകളാക്കി മാറ്റിക്കൊടുക്കും. അത്രയും വലിയ ശക്തിയുള്ള തൗബയുടെ പ്രത്യേകതയാണത്. എല്ലാവരും ഒരുപോലെയല്ല. രണ്ടാമത്തെ വിഭാഗം ആളുകൾക്ക് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ച് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. പക്ഷെ അവരുടെ തിന്മകൾ, പഴയ തിന്മകളൊന്നും അത് നന്മകളാക്കി മാറ്റുകയൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അവർക്ക് ഇനി നേരത്തെ തിന്മകൾ കൊണ്ട് ഈമാൻ കുറഞ്ഞ് താഴെ എത്തിയിട്ടുണ്ടല്ലോ, ആ ഈമാൻ പഴയ പടിയിലേക്ക് എത്താൻ അവർ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇനി ചെയ്ത് ഉണ്ടാക്കണം. എന്നാൽ മറ്റവരങ്ങനെയല്ല. മറ്റവർ അല്ലാഹു തആല അമലുകളൊക്കെ അത് സൽക്കർമ്മങ്ങളാക്കി മാറ്റി ഉയർന്ന ഈമാനുള്ള ആളുകളാക്കിയിട്ട് തന്നെ മാറ്റുന്നത്. തൗബ ചെയ്യുമ്പോൾ ഈമാൻ ഉയർന്ന നിലയിൽ തന്നെ എത്തുന്ന രൂപത്തിലേക്ക് എത്തും. എന്നാൽ മറ്റേ ആൾ തിന്മകൾ ചെയ്ത് ഈമാൻ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടാകും. തൗബയിലൂടെ അത് ഉയർന്നിങ്ങനെ എത്തിയിട്ടില്ല, കാരണം അവന്റെ തൗബ അത്ര ശക്തിയില്ല. ഇവിടെ നിൽക്കുകയാണ്, പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉയർന്ന് അവന്റെ നേരത്തെ പദവിയിലേക്ക് എത്തണം അത്രേ. അങ്ങനെയുള്ള ആളുകളും ഉണ്ടാകും. എന്ന് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല തൗബയിലൂടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. പക്ഷെ അതിൻ്റെ ഇടയിൽ തൗബയുടെ ഖുവ്വത്തനുസരിച്ച് എത്ര ആത്മാർത്ഥതയുണ്ട്, എത്ര സത്യസന്ധതയുണ്ട്, എത്ര ശക്തമായ ചിന്തയിലാണ്, നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവൻ മടങ്ങിയത്, അതിനനുസരിച്ചിട്ട് ആ തൗബ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളിൽ, അതുകൊണ്ടുണ്ടാകുന്ന പദവികളിൽ മാറ്റം വരും എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്ന രണ്ടാമത്തെ കാര്യം അത് അഫ്വുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാപ്പാണ് സഹോദരങ്ങൾ. പക്ഷെ അതിലൊരു വിഷയമുണ്ട്. എല്ലാ തിന്മകളും എന്ന് പറയുന്നതിൽ ഒരു കാര്യം ഒഴിവുണ്ട്. എന്താണത്? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നുള്ളത്.
ആ പങ്ക് ചേർക്കുക എന്നുള്ള തിന്മ ഒഴികെ ബാക്കി ഏത് തിന്മകളാണെങ്കിലും അള്ളാഹുവിൻ്റെ അഫു ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മാപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതാണ് ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു തആല പുറത്തു തരികയില്ല. മരണപ്പെട്ടതിന് ശേഷമാണ് ഈ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. ഒരാൾ മരണപ്പെട്ടു പോയി, ഇനി ആകെ പ്രതീക്ഷ അഫൂല് മാത്രമാണ്. ആ പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അള്ളാഹുവിന്റെ അഫൂ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഷിർക്കിലാണെങ്കിൽ അള്ളാഹു തആല ഒന്നും പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് ഷിർക്കിൽ മരണപ്പെട്ട മുശ്രിക്കുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ഒഴികെയുള്ള ബാക്കി എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അത് അള്ളാഹുവിന്റെ അഫു ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. മൂന്നാമത് സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന ഒരു കാര്യമാണ് അശ്ശഫാഅ, ശുപാർശ. നാളെ പരലോകത്ത് വെച്ച് ശുപാർശയുണ്ട്. പക്ഷെ അവിടെയും ഈ ശുപാർശ ലഭിക്കുക അത് ആർക്കു മാത്രമാണ്? വൻപാപികൾക്ക് മാത്രമാണ്, മുശ്രിക്കുകൾക്ക് ലഭിക്കുകയില്ല. വൻപാപം കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാകും, അവർക്കാണ് ലഭിക്കുക, മുശ്രിക്കുകൾക്ക് ലഭിക്കുകയില്ല. കാരണം മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുപാർശയില്ല. ഈ ശുപാർശ, ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ, അത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയാണ്. ഈ ഉമ്മത്തിലെ വൻപാപികളായി മരണപ്പെട്ടു പോയവരുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും. അള്ളാഹുവാണ് ഉദ്ദേശിക്കുക. അള്ളാഹു തആല തൃപ്തിപ്പെടണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കണം, എന്നാ പാപികളൊക്കെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ആദരവാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശുപാർശ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. ഇതുണ്ട്. അതുപോലെ തന്നെ ശുപാർശകളിൽ പെട്ടതാണ് നല്ല കൂട്ടുകാർ. സാലിഹീങ്ങളായ കൂട്ടുകാരുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ശുപാർശ നാളെ നൽകുമെന്നുള്ളതാണ്. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ കൂട്ടുകാരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞ കാര്യം ഇതാണ്. കാരണം ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇവിടെ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടം കൂടിയിരുന്ന ആളുകളുണ്ടാകും, ഒരുമിച്ച് കമ്പനി കൂടിയിരുന്ന ആളുകൾ. നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അവരിൽ ചിലർ ഒരു വേള നരകത്തിലേക്ക് വീണുപോകും. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ആ സമയത്ത് അവർ പറയും, റബ്ബന ഇഖ്വാനുന കാനു യുസല്ലൂന മഅന വയസൂമുന മഅന. റബ്ബേ, ഇവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളോടൊപ്പം നിസ്കരിക്കുന്നവരായിരുന്നു, ഞങ്ങളോടൊപ്പം നോമ്പ് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഞങ്ങളോടൊപ്പം ഉണ്ടായതാണ്. പക്ഷെ എന്തോ പറ്റിപ്പോയി, നരകത്തിലാണ് എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ആളുകൾക്ക് നരകത്തിലേക്ക് പോയിട്ട് നിന്റെ കൂട്ടുകാരെ പുറത്തു കൊണ്ടുവന്നോളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ശഫാഅത്ത് ചെയ്യാൻ നൽകുകയാണ്. പക്ഷെ അവിടെയും തൗഹീദ് നിബന്ധനയാണ്. തൗഹീദുള്ളവർക്ക് മാത്രമേ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുകയുള്ളൂ. ഷിർക്കിലാണ് മരണപ്പെട്ടതെങ്കിൽ സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളത് വ്യാമോഹമാണ്, അത് ഒരിക്കലും സംഭവിക്കുകയില്ല. എന്നാൽ ബാക്കി എന്ത് തിന്മകളിൽ ഉള്ളവരാണെങ്കിലും ശരി, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഇവർക്ക് ശുപാർശ ചെയ്യാനുള്ള അവസരം കൊടുക്കും. അങ്ങനെ അവർക്ക് ശുപാർശ ചെയ്യാനും രക്ഷപ്പെടാനും സാധിക്കുന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങളെ തിന്മകളെല്ലാം പുറത്തു തരാൻ, ചെറുതൊന്നില്ല വലുതെന്നില്ല, എല്ലാം പുറത്തു തരാൻ അള്ളാഹു കാരണമാക്കിയത് മൂന്നാണ്. ഒന്ന് തൗബയാണ്. തൗബയുടെ പ്രത്യേകത ഷിർക്ക് ഉൾപ്പെടെ, തൗബ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം ഒരാൾക്ക് സംഭവിക്കുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഷിർക്കും കുഫറും ഉൾപ്പെടെ എല്ലാം അള്ളാഹു തആല പുറത്തു തരും. രണ്ട്, അള്ളാഹുവിന്റെ അഫുവാണ്. ഷിർക്ക് ഒഴികെ എല്ലാം അള്ളാഹു തആല പുറത്തു തരും. പക്ഷെ അള്ളാഹുവിന് മശിയത്തുണ്ട്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ്, നമുക്കറിയില്ല നമുക്ക് ഉദ്ദേശിക്കുമോ ഇല്ല എന്നുള്ളത്. മൂന്ന് സഹോദരങ്ങളെ ഷഫാഅത്താണ്. ഇനി ഇതൊക്കെ വൻപാപങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ചെറിയ പാപങ്ങളുണ്ട്. ചെറിയ പാപങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൻപാപങ്ങളല്ലാത്തത് എന്ന് മാത്രമാണ്. വൻപാപങ്ങളല്ലാത്ത പാപങ്ങളെയാണ് ചെറുപാപങ്ങൾ എന്ന് പറയുന്നത്. ആ ചെറുപാപങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പറഞ്ഞ കാര്യമാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് പുറത്തു തരും. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത്ത്. തീർച്ചയായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നതാണ്. ധാരാളം നന്മകൾ വന്നാൽ തിന്മകളെ ഇല്ലാതാക്കി കളയുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്കാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് ചെറുപാപങ്ങൾ പുറത്തു കിട്ടുകയുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരാഴ്ച ജുമുഅ നിസ്കരിച്ചു, അടുത്ത ആഴ്ച ജുമുഅ നിസ്കരിക്കുന്നു, വറമളാനു ഇല റമളാൻ, 2 റമളാൻ മാസത്തെ നോമ്പെടുക്കുന്നുണ്ട്, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അത് അതിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്കെല്ലാം പരിഹാരമാണ്, പ്രായശ്ചിത്തമാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇദജ്തനബൽ കബായർ, അവൻ വൻപാപങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനിടയിൽ സംഭവിക്കുന്ന വൻപാപങ്ങൾ പുറത്തു തരില്ല. ളുഹർ നിസ്കരിച്ചു, അസറിന്റെ ഇടയിൽ ഒരു മനുഷ്യനെ ഒരാൾ കൊലപാതകം ചെയ്തു എന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ ആ രൂപത്തിൽ വൻ പാപങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചു, ഉമ്മാനെ ചീത്ത വിളിച്ചു, വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച ഈ 2 നിസ്കാരം കൊണ്ട് അത് പൊറുക്കപ്പെടുകയില്ല. അവൻ തൗബ തന്നെ ചെയ്യണം, തൗബ തന്നെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതല്ലാത്ത നിസാരമായ വല്ല പാപങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ അറിയാതെ തന്നെ, തൗബ ചെയ്യാതെ തന്നെ, തൗബ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞു എല്ലാം പുറത്തു തരും, ഇത് തൗബ ചെയ്യാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിലക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ വെടിഞ്ഞാൽ നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ സയ്യിആത്തുകൾ ചെറുപാപങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്, മായ്ച്ചു തരുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഈ ആയത്തിനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൻ പാപങ്ങൾ ഒരാൾ ഉപേക്ഷിച്ചാൽ തന്നെ മതി, അള്ളാഹു തആല ചെറിയ പാപങ്ങൾ പുറത്തു തരും, ഒരു സാലിഹായ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരാൾ ജീവിതത്തിൽ വൻ പാപങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അത് തന്നെ മതി, അയാൾക്ക് ചെറിയ പാപങ്ങൾ അള്ളാഹു തആല പരിഗണിക്കുന്നില്ല. കാരണം വൻ പാപങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളത് മതി അയാൾക്ക് ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരാൻ. ഇതൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമാണ്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് കുറച്ച് കടുത്ത കാര്യമാണ്, നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അവർ പറഞ്ഞു വൻ പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് നിബന്ധനയാണ് ചെറിയ പാപങ്ങൾ പുറത്തു തരാൻ. അതാ വുളു കൊണ്ടൊക്കെ നമ്മൾ ഹുദൂവിൻ്റെ ഹദീസൊക്കെ നമ്മൾ കേൾക്കും, വുളു കൊണ്ട് നമ്മൾ ഓരോ വെള്ളത്തുള്ളികളിലൂടെ പാപങ്ങൾ പുറത്തു തരും, മസ്ജിദിലേക്ക് നമ്മൾ നടന്നു വരുമ്പോൾ പാപങ്ങൾ പുറത്തു തരും, നിസ്കാരത്തിന് കാത്തിരിക്കുമ്പോൾ അള്ളാഹു തആല പാപങ്ങൾ പുറത്തു തരും, മലക്കൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയും. പക്ഷേ നിബന്ധനയുണ്ട്, വൻ പാപങ്ങളിൽ തൗബ ചെയ്തവർക്ക് മാത്രമേ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ആ വൻ പാപവും അവിടെ കിടക്കും, ചെറിയ പാപവും കിടക്കും, ഒന്നും പൊറുക്കപ്പെടുകയില്ല. ഇത് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ്. മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വൻ പാപങ്ങൾ തൗബ ചെയ്താൽ പുറത്തു തരും, എന്നാൽ ചെറിയ പാപങ്ങൾ ഈ സാലിഹായ കർമ്മങ്ങൾ കൊണ്ടൊക്കെ പുറത്തു തരും. അഥവാ ഒരാൾ വുളു എടുക്കുമ്പോൾ അവന് ചെറുപാപങ്ങളൊക്കെ അള്ളാഹു തആല പൊറുക്കും, വൻ പാപങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് സഹോദരങ്ങളെ 3 അഭിപ്രായങ്ങൾ ഈ ആയത്തും ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ശ്രദ്ധിക്കുക, വൻ പാപങ്ങൾ ഒരിക്കലും സാലിഹായ അമൽ കൊണ്ട് പൊറുക്കപ്പെടുകയില്ല. ഇതാണ് നമ്മളെപ്പോൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. വൻ പാപങ്ങൾ സാലിഹായ അമലുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും പൊറുക്കപ്പെടുകയില്ല. അങ്ങനെ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത് അത് ഏറ്റവും ദുർബലമായ അഭിപ്രായം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് മുർജിയാക്കളോടുള്ള സാദൃശ്യമാണ് അതിനുള്ളത് എന്നാണ് പറയുന്നത്. മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് നമ്മൾ ഇസ്ലാം സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാൽ പിന്നെ അമലുകൾ ഒന്നും നമ്മുടെ ഈമാനെ ബാധിക്കുകയില്ല എന്നാണ്. നീ തെമ്മാടി ആയാലും ശരി, ഒന്നും പ്രശ്നമൊന്നുമില്ല, ഈമാൻ ഉള്ളിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നിന്റെ മറ്റേ അമലുകളൊന്നും അത് പരിഗണിക്കുകയില്ല. അതിനോട് സാദൃശ്യമുള്ള കൗലാണിത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അഥവാ എല്ലാവരുടെ പാപങ്ങളും പൊറുക്കുന്നവരായിരിക്കും. കാരണം എല്ലാവരും നിസ്കരിക്കുമല്ലോ, മുസ്ലിമീങ്ങൾ 5 പേർ നിസ്കരിക്കും, അപ്പോൾ ഒരു പാപം ഉണ്ടാവില്ല, വൻ പാപം ചെറുപാപം ഒക്കെ പുറത്തു തരും. കാരണം മുർജിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അവർ ഏറ്റവും വലിയ തെമ്മാടികളായി തീരും. കാരണം അവർ വിശ്വസിക്കുന്നത് ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞവൻ എന്ത് തിന്മയും ചെയ്യാമെന്നാണ്. ഇവനും അങ്ങനെ തന്നെ 5 നേരം നിസ്കരിക്കും, കള്ളുടിക്കുന്നുണ്ടാകും, അതുപോലെ ഹറാമുകളിൽ ഏർപ്പെടുന്നുണ്ടാകും, ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും. അതല്ല, അത് ശരിയല്ല. മറിച്ച് വൻപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണമെങ്കിൽ സഹോദരങ്ങളെ എന്തു വേണം? തൗബ ചെയ്യേണ്ടതുണ്ട് ആത്മാർത്ഥമായി. അതിൽ നിന്നും ആദ്യം ഒഴിവാകണം, ആ പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, പാപങ്ങളിൽ ഖേദമുണ്ടാക്കുക. അതിൻ്റെ ഏറ്റവും വലിയ റുക്കുനാണ് തൗബത്തു അന്നദം. തൗബ എന്ന് പറയുന്നത് ഖേദമാണ്. ആ ഖേദം മനസ്സിലില്ലാണ്ട് വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ തൗബ അല്ല. കാരണം തൗബയുടെ ഏറ്റവും, അതിന് പ്രതിഫലമില്ല എന്ന് പറയുന്നില്ല, ഏറ്റവും വലിയ ദിക്റാണത് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്. പക്ഷേ വൻ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ ഖേദം മനസ്സിലുണ്ടാകണം. എന്നിട്ട് മൂന്നാമതായിട്ട് ഇനി ഒരിക്കലും ഇതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ള ദൃഢനിശ്ചയവും ഒരാൾക്കുണ്ടാകണം. അത് വലിയ കാര്യമാണ്. അവസരം കിട്ടിയാൽ ഇനി തിന്മ ചെയ്യുമെന്നുള്ള മനസ്സിൽ ചിന്ത വെക്കാൻ പാടില്ല. അല്ലാഹു തആല ഇനി പൂർണ്ണമായി ഞാനിത് ഇതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മൾ വളരെയധികം അസീമത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടു കൂടി പറയണം. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾ പുറത്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹദീസ് വായിക്കാം. വഅത്ബി ഇസ്സയ്യിഅത അൽ ഹസന, തിന്മയെ നീ നന്മ കൊണ്ട് തുടർത്തുക, തംഹുഹ, അതിനെ മായ്ച്ചു കളയുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ പറയുന്ന പോലെയാണ് നമ്മൾ പറഞ്ഞത്. മായ്ച്ചു കളയുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതെങ്ങനെ മായ്ക്കുള്ളൂ? വൻപാപങ്ങൾ തൗബ കൊണ്ടേ മായ്ക്കുള്ളൂ. സൽക്കർമ്മങ്ങൾ അത് വൻപാപങ്ങളെ മായ്ച്ചു കളയുകയില്ല, അത് വൻപാപങ്ങൾ തൗബ തന്നെ വേണം. ആ കാര്യം നമ്മൾ ഈ ഹദീസിൽ മനസ്സിലാക്കുക. ഇനി ഇവിടെ പണ്ഡിതന്മാർ വേറൊരു ചർച്ച ചെയ്തിട്ടുണ്ട്. ഹലി സയ്യിആതു തഅകുൽ ഹസനാത്ത്, തിന്മകൾ തിരിച്ച് നന്മകളെ ഭക്ഷിക്കുമോ, നന്മകളെ ഇല്ലാതാക്കി കളയുമോ എന്നാണ് ചോദ്യം. നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയുമെന്നുള്ള കാര്യം ഈ ഹദീസിൽ പറഞ്ഞു, തംഹുഹ എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കൂടെ നമ്മൾ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ തിന്മകളൊക്കെ ഇതുകൊണ്ട് ഇല്ലാതായി തീരുമോ എന്നുള്ളതാണ്
ചോദ്യം. പണ്ഡിതന്മാർ പറയുന്നു അൽ അസ്ലു അന്ന സയ്യിഅത ബിമിസ്ലിഹ വല അലാഖത ലഹ ബിൽ ഹസന. തിന്മകൾ എന്ന് പറയുന്നത് അത് ഒരു തിന്മയെ കിട്ടുകയുള്ളൂ, അതിന് അടിസ്ഥാനം അങ്ങനെയാണ്, അതിന് നന്മയായിട്ട് ബാധകമില്ല. നീ നിസ്കരിച്ചാൽ നിസ്കാരത്തിൻ്റെ അവിടെ ഉണ്ട്, തിന്മ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ നിൽക്കും. ഇതാണ് അസ്ല്, ഇതാണ് അടിസ്ഥാനം, അങ്ങനെയാണ്. പക്ഷേ ചില വേളകളിൽ, 2 വേളകളിൽ പണ്ഡിതന്മാർ പറയുന്നു 2 സമയത്ത് നമ്മുടെ തിന്മകൾ നന്മകളെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഫിഹാലിൽ ഖിസാസ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. എന്താണ് സംഭവിക്കുക? നമ്മൾ ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ടായി, ബാധ്യതകളുണ്ടായി, തീർത്തിട്ടില്ല, മനഃപൂർവ്വം കൊടുക്കാതെ നിന്നു, മരിച്ചുപോയി, നമ്മൾ മനഃപൂർവ്വം ഇടപാടുകൾ തീർത്തിട്ടില്ല, ഇന്നവനെ പറ്റിച്ചു, ഇന്നവനെ വഞ്ചിച്ചു, ഇന്നവനെ ഉപദ്രവിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു, പ്രയാസപ്പെടുത്തി, കൊല ചെയ്തു, ഈ പല രൂപത്തിലുണ്ട്. പരലോകത്തെത്തുന്ന സമയത്ത് സഹോദരങ്ങളെ എന്താ സംഭവിക്കുക? ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ട കാര്യമാണത്. ഇവനുമായിട്ട് നമുക്കുള്ള ഇടപാടുകൾ അവിടെ തീർക്കണം. വിചാരണയിൽ ആ ഇടപാടുകൾ വരും. അവിടെ ദിർഹമോ ദീനാറോ ഒന്നും കൊടുക്കാനുണ്ടാവില്ല, റുപ്പീസോ ഡോളറോ ഒന്നും ഉണ്ടാവില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർക്കാൻ പറയും. എങ്ങനെയാണ് തീർക്കാൻ പറയുക? ഹസനത്ത് എടുത്ത് കൊടുക്കാൻ പറയും, നിന്റെ നന്മകൾ എടുത്തു കൊടുക്കണം. അതാണ് പറയുന്നത്, തിന്മകൾ എങ്ങനെ നന്മകളെ ഇല്ലാതാക്കി കളയുന്നു പറയുന്നത് ഒന്ന് പരലോകത്ത് വിചാരണയുടെ സമയത്താണ്. നന്മകൾ എടുത്തു കൊടുക്കാൻ പറയും, എടുത്തു കൊടുക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുത്ത് അവസാനം അവന് ഒരുപാട് കൊടുക്കാനുണ്ട്, ഒരുപാട് ഉപദ്രവങ്ങൾ ദുൽമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം അവൻ്റെ തിന്മകൾ ഇങ്ങോട്ടേക്ക് വഹിക്കേണ്ട ഭാരം കൂടി അവനുണ്ടാകും, വലിയ ബാധ്യത അവനുണ്ടാകും. അവസാനം അവൻ്റെ തിന്മകൾ കൂടിക്കഴിഞ്ഞാൽ അവസാനം ആ നരകത്തിലേക്ക് പോകേണ്ട. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ തിന്മകൾ കാർന്നു തിന്നുന്ന ഒരു രംഗം പരലോകത്താണ്. അതുകൊണ്ട് ദുനിയാവിൽ ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ അത് കൃത്യമായിരിക്കണം. അള്ളാഹിനോട് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ മനുഷ്യന്മാരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളോട് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാതെ അവരെ പറ്റിച്ച് വഞ്ചിച്ച് മുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹു പരലോകത്ത് പിടികൂടും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അൽ മുഖാബലത്താണ്. അഥവാ ഒരുപാട് തിന്മകൾ വന്ന് നന്മകളോടൊപ്പമായാൽ ഈ പറയുന്ന നന്മകളെ ഇല്ലാതാക്കിയതുപോലെയാണ്. പക്ഷെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ കാരുണ്യത്തിൽ നിന്നും അത്രയും അധികം അകന്നുപോയാൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്താൽ അള്ളാഹു 10 ഇരട്ടി പ്രതിഫലം അയാൾക്ക് നൽകും. എന്നിട്ട് അയാൾ 10 തിന്മകൾ ചെയ്താൽ പിന്നീട് ഇതിനെ ഇല്ലാതാക്കിയതുപോലെ, തുലാസിൽ ഇല്ലാതാക്കിയതുപോലെ അല്ലേ, 10 ഇപ്പുറത്ത് തിന്മകൾ വന്നാൽ പിന്നെ ഈ നന്മ ഇല്ലാത്ത പോലെയാണ്, അത് താങ്ങുകയില്ല. ആ 10ന്റെ കൂടെ 11 വന്നാലോ തിന്മയുടെ തട്ടായിരിക്കും താണു പോകുന്നത്. അപ്പം ആ രൂപത്തിൽ സംഭവിക്കും എന്നുള്ളതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. തിന്മകൾ സംഭവിച്ചാൽ നന്മകൾ ചെയ്യുക. തംഹുഹ, അത് അതിനെ മായ്ച്ചു കളയും. അതിൽപ്പെട്ടതാണ് ഒരാൾക്കൊരു തിന്മകൾ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം എന്താണ്? വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ, ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ. തിന്മയ്ക്ക് ശേഷം ഉടനെ തന്നെ നന്മ ചെയ്യാനാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ നീ പെരുമാറുക എന്നുള്ളതാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ നീ പെരുമാറുക, അന്നാസ ജനങ്ങളോട്, ബിഖുലുഖിൻ ഹസൻ നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുക എന്നുള്ളതും ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളതുമെല്ലാം തഖ്വയിൽപ്പെട്ട കാര്യമാണ്. അത് ആദ്യത്തിൽ ഉപദേശിച്ചു, ഇത്തഖില്ലാഹ് ഹൈസുമാ കുന്ത്, എവിടെയായിരുന്നാലും നീ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇടപാടുകളിൽ നീ സൂക്ഷിക്കണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് പെരുമാറേണ്ട രീതികളെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്, അതും നീ സൂക്ഷിക്കണം. അതിൽ വീഴ്ച വന്നാൽ, തിന്മകൾ സംഭവിച്ചാൽ, അള്ളാഹുവിനോടുള്ള ഇടപാടുകളിൽ തിന്മകൾ സംഭവിച്ചാൽ അടുത്ത കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്, എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ജനങ്ങളോട് വീഴ്ച വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളുമായുള്ള നിന്റെ തഖ്വ ഉള്ളൊരു വ്യക്തി എങ്ങനെ ആയിരിക്കണം? ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, സൽസ്വഭാവത്തിൽ പെരുമാറണം എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരുപാട് ഹദീസുകളിൽ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ചുരുങ്ങിയ രൂപത്തിൽ മാത്രം ചില കാര്യങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് തഖ്വല്ലാഹ്, രണ്ടാമത്തത് ഹുസ്നുൽ ഖുലുഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരിക്കണം. രണ്ടാമത്തത് ഹുസ്നുൽ ഖുലുഖ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, യഥാർത്ഥത്തിൽ സൽസ്വഭാവം എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണല്ലോ, തഖ്വല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അലംഭാവം ഉണ്ടാകും. അള്ളാഹുമായുള്ള വിഷയത്തിലൊക്കെ ചിലപ്പോൾ തഖ്വ ഒക്കെ നല്ല ഉണ്ടാവും, നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ
ഹുസ്നുൽ ഖുലുക്കിൽ വലിയ കുറവുണ്ടാകും, സൽസ്വഭാവത്തിൽ വലിയ കുറവുണ്ടാകും. നിസ്കാരക്കാരിലുണ്ടാകാം, സക്കാത്ത് കൊടുക്കുന്നവരിലുണ്ടാകാം, ഉംറയും ഹജ്ജും ചെയ്യുന്നവരിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നാണ് പറയുന്നത്. വതഖ്വല്ലാഹു ഹുസ്നുൽ ഖുലുഖ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇടപാടിലും നീ നന്നാകണം, അടിമകളോടുള്ള ഇടപാടുകളിൽ നിന്ന് നന്നാകണം. ഈ രണ്ട് കാര്യങ്ങളും ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അവിടെ മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബുക്കും ഇലയ്യ ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും ഖൈറുണ്ടെങ്കിൽ സൽസ്വഭാവിയായിരിക്കണം. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ സ്വഭാവം കണ്ടാൽ നമ്മൾ ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുക. നമ്മൾ ആളുകളോട് പെരുമാറുന്ന രീതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുന്ന് പറയുക? നീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണ് എന്ന് പറയുമോ? നീ ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് എന്ന് റസൂലുള്ള പറയുമോ? നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആരോടൊക്കെ പെരുമാറുന്നുണ്ട്? ഭാര്യയോട് പെരുമാറുന്നു, മക്കളോട് പെരുമാറുന്നു, സമൂഹത്തിൽ ഒരുപാട് ആളുകളോട് പെരുമാറുന്നു. ഈ പറയുന്ന പെരുമാറ്റമൊക്കെ എപ്പോഴെങ്കിലും പാളിപ്പോയാൽ നമ്മൾ ചിന്തിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഇത് കണ്ടിരുന്നെങ്കിൽ എന്നെ ഈ കൂട്ടത്തിൽ അവിടുന്ന് ഉൾപ്പെടുത്തുമോ? ഖിയാറുകളുടെ കൂട്ടത്തിൽ, ഏറ്റവും നല്ലവരാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുമോ? റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുമോ? ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇത് ചോദിച്ചിട്ടുണ്ട്. അതദറൂന മൻ അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. നിങ്ങൾക്കറിയുമോ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുക, അതുപോലെ എൻ്റെ അടുക്കൽ മജ്ലിസ് കിട്ടുക, എൻ്റെ ഏറ്റവും അടുത്തിരിക്കാൻ സാധിക്കുക ആർക്കാണ് അറിയുമോ എന്ന് ചോദിച്ചു. ഫസക്കത്തൽ ഖൗം, സഹാബത്തൊന്നും മിണ്ടിയില്ല. ഫആദഹ മറത്തൈനി ഔ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടോ മൂന്നോ പ്രാവശ്യം തന്നെ ചോദിച്ചു, ഖിയാമത്ത് നാളിൽ എൻ്റെ ഏറ്റവും അടുത്ത് ആരാ ഉണ്ടാവുക, ഞാൻ ഏറ്റവും കൂടുതൽ ആരാണ് ഇഷ്ടപ്പെടുക എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. സഹാബത്ത് ചോദിച്ചു, നഅം യാ റസൂലല്ലാഹ്, മൻ, ആരാണ് റസൂലെ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്വഭാവത്തിന്റെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ വീട്ടിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി. കാരണം അതിൽ പല വീഴ്ചകൾ വരുത്തുന്ന ആളുകൾക്ക് അവർ വീട്ടിലിരിക്കും. അത് സൽസ്വഭാവിയാണ് എന്ന് അവന് പറയാൻ സാധിക്കുകയില്ല. കാരണം സൽസ്വഭാവിയാണ് എങ്കിൽ, അവൻ്റെ സൽസ്വഭാവിയായിട്ടുണ്ട്, ആ ഒരു സിഫത്ത് അവനിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് എല്ലായിടത്തും പ്രകടമാകും. നീ ജനങ്ങളെ കാണുമ്പോൾ മാത്രം നല്ല ചിരിച്ച് സംസാരിക്കുന്നു, അവരോട് മാത്രം നല്ല രീതിയിൽ പെരുമാറുന്നു, നീ നിന്റെ വീട്ടിലേക്ക് എത്തിയാൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം കൊണ്ടാണ് പെരുമാറുന്നതെങ്കിൽ നീ ഹുസ്നുൽ ഖുൽക്കിൽപ്പെട്ട ആളായിട്ടൊന്നുമില്ല, നീ അഭിനയിച്ചത് മാത്രമാണ്. ആളുകൾ കണ്ടപ്പോൾ നീ നന്നായി പെരുമാറി. കാരണം ഹുസ്നുൽ ഖുൽക്ക്, അള്ളാഹിനെ പേടിച്ചിട്ടാണ്, ഈ പറയുന്ന ശ്രേഷ്ഠതകൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നീ പെരുമാറുന്നത് എങ്കിൽ അത് ഏറ്റവും അടുത്ത ആളുകളോട് നീ പെരുമാറും, നിനക്ക് ഏറ്റവും ബാധ്യതയുള്ള ആളുകളോട് പെരുമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവരാണ്. അതൊരു മാനദണ്ഡമാണ്. പണ്ഡിതന്മാർ പറയും, മീസാനു ഹുസ്നിൽ ഖുലുഖി തആമലു റജുലി മഅ അഹ്ലി ബൈതി. മീസാനു ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖിന്റെ മാനദണ്ഡം അല്ലെങ്കിൽ അതിന്റെ അളവ് നോക്കുക. അളവുകോൽ എന്ന് പറയുന്നത് തആമലു റജുലി മഅ അഹ്ലി ബൈതി, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയോട്, കുടുംബത്തോട് പെരുമാറുന്നത്, അതാണ് അതിൻ്റെ മാനദണ്ഡം. പുറത്തുനിന്ന് കാണിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. മസ്ജിദിൽ കാണുമ്പോൾ കാണിക്കുന്നതല്ല, അങ്ങാടിയിൽ കാണുമ്പോൾ കാണിക്കുന്നതല്ല, നമ്മൾ കടയിലേക്ക് സാധനം വാങ്ങാൻ വരുമ്പോൾ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ചിരിയല്ല, അതല്ല. മറിച്ച് ഏറ്റവും നല്ല അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് വീട്ടിലെങ്ങനെ എന്നാണ്, കുടുംബത്തോടെങ്ങനെ. അപ്പം നമ്മൾ സൽസ്വഭാവിയാണോ അല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് നമ്മുടെ അവിടുത്തെ സ്വഭാവം വെച്ചിട്ടാണ്. ആരും ആരെയും ആക്ഷേപിക്കാനോ ആരും ആരെയും കുറച്ചു കാണാനോ അല്ല. നമുക്ക് ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശത്തിൽ ഉൾപ്പെടണമെങ്കിൽ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറണം എന്ന് പറയുന്ന നിർദ്ദേശം അത് ശിരസാ വഹിക്കണമെങ്കിൽ നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ നന്നായിട്ടുണ്ടോ, ഉപദേശിക്കുന്നവനായിട്ടുണ്ടോ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളവനായിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എനിക്ക് സീറ്റ് കിട്ടുമോ, നാളെ അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂട്ടത്തിൽ ഉൾപ്പെടുമോ. നമ്മൾ ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തോടുള്ള നമ്മളെ പെരുമാറ്റം എങ്ങനെയാണ്. അവിടെ നമ്മളെപ്പോഴും ശരിയാക്കുക. അവിടെ നമുക്ക് ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങളുടെ മുന്നിലും നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിൽ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ തിരിച്ചായിക്കൊള്ളണമെന്നില്ല, തിരിച്ചാകണമെന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ,
ആ കാര്യം ശ്രദ്ധിക്കുക. ഈ 3 പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതായ മഹത്തരമായ പാഠങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.